ഹായ് ഹലോ നമസ്കാരം. രാവിലെ എണീറ്റു, ഇനി അടുക്കളയിൽ കയറണം, കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഉറക്കം വിട്ടിട്ടില്ല. ഞാനിങ്ങ് പോകുന്ന കൂടെ എൻ്റെ കൂടെ ഇങ്ങ് പോന്നു. അപ്പോൾ രാവിലെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം, കൂടി ഇനി എന്തെങ്കിലും ഉണ്ടാക്കണം. ഇപ്പോൾ രഞ്ജിത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വരും, അപ്പോഴേക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങാൻ പോവാണ്. അങ്ങനെ കിച്ചണിൽ വന്ന് സവോളയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് എണ്ണയൊഴിച്ച് കടുകും പൊട്ടിച്ച് ഇതെല്ലാം ഒന്ന് വാട്ടിയെടുത്തു. മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ മുട്ടയിട്ട് നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയാക്കി. ഇനി ഇതിൻ്റെ കൂടെ പുട്ടുണ്ടാക്കാമെന്ന് കരുതിയ അപ്പോഴത്തേക്കും ജെസ്സു പറഞ്ഞു അവൾക്ക് മുട്ട വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കറിയിലിടാതെ പടയുന്ന അവൾക്കൊരു മുട്ടയ്ക്ക് എടുത്തു കൊടുത്തു. അപ്പോഴത്തേക്കും നെഞ്ചത്തെത്തി. പിന്നെ ജോലി അപ്പോഴത്തേക്കും എണീക്കുകയൊക്കെ ചെയ്തേ. പിന്നെ ഞാൻ ഇന്നുണ്ടാക്കുന്നത് മന്ന റാഗി വെർമസലി. ഈ റാഗിയുടെ വെർമസലി കൊണ്ടാട്ടോ ഞാൻ പുട്ടുണ്ടാക്കുന്നത്. നല്ല രുചിയാട്ടോ. നിങ്ങളൊരു വട്ടം റാഗിയുടെ വെർമസലി കൊണ്ട് പുട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് തേങ്ങായും ഉപ്പും ഇട്ട് നനച്ച് നല്ലപോലെ എടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. കുറച്ച് വെള്ളം മതി കേട്ടോ, പെട്ടെന്ന് നനഞ്ഞ് കിട്ടും. നല്ല രുചിയാട്ടോ. ഉപ്പുമാവ് ഉണ്ടാക്കാം, അങ്ങനെ പലതും ഉണ്ടാക്കാം. പക്ഷെ പുട്ടുണ്ടാക്കുമ്പോൾ നല്ല രുചിയാട്ടോ. അങ്ങനെ വെർമസലി പുട്ടും മുട്ട റോസ്റ്റും ആയിരുന്നു. രഞ്ജിത്തിന് ഇത്തിരി വൈറ്റ് പുട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അരിപ്പൊടി പുട്ടും ഉണ്ടാക്കി ഒരു കുറ്റി. അത് പിന്നെ ഇത്തിരി ഷെയർ ചെയ്തു ജുവലിന് വേണ്ടിയിട്ട് ഞാൻ. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു നെയ്ച്ചോറും ചിക്കൻ കറി ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. സൺഡേയൊക്കെ അല്ലേ. അങ്ങനെ അരിയൊക്കെ കുതിർത്ത് വെച്ചു, സവോളയെല്ലാം പൊളിച്ച് റെഡിയാക്കി, ക്യാരറ്റും മല്ലിയിലയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. പിന്നെ ചിക്കൻ ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു, അത് തണുപ്പ് മാറാൻ വേണ്ടി പുറത്തോട്ടൊക്കെ എടുത്ത് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം റെഡിയാക്കി പാത്രം വെച്ച് നെയ്യ് ഒഴിച്ചു. നെയ്ച്ചോറിന് നെയ്യാണല്ലോ വേണ്ടത്. അങ്ങനെ നെയ്യ് ഒഴിച്ച് സ്പൈസസ് ഒക്കെ ഇട്ടു. ജീരകം, സാജീരകം, പിന്നെ നമ്മുടെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, കുരുമുളക് എല്ലാം ഇട്ട് അതെല്ലാം ഒന്ന് പൊട്ടി മൂത്ത് വന്നപ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആ പേസ്റ്റും കൂടി ഇട്ട് പിന്നെ അതും നല്ലപോലെ വാടി വന്നപ്പോഴത്തേക്കും ഞാൻ നന്നായിട്ട് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഭയങ്കര ഇഷ്ടമാണ് നെയ്ച്ചോറിനത് നന്നായിട്ട് ക്യാരറ്റ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്തിരി കൂടുതൽ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ക്യാരറ്റൊക്കെ ഇട്ട് പിന്നെ അതെല്ലാം വാട്ടി നെയ്ക്കകത്ത് ഇതൊക്കെ വാടി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ ജീരകശാല റൈസിൽ എന്ത് നെയ്ച്ചോറോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ ഭയങ്കരമായിട്ട് സ്മെല്ലിങ്ങനെ സ്പ്രെഡ് ചെയ്യും, നല്ല മണമാണ്, അതൊരു രുചിയുണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം ജീരകശാല റൈസിൽ ഉണ്ടാക്കുമ്പോഴാണ്. പിന്നെ ഞാനിത് വറുത്തൊന്നും വേറെ ഇടുന്നില്ല, അതിൽ തന്നെ കുറച്ച് കപ്പലണ്ടിയും മുന്തിരിയും കൂടി ഇട്ടു. അവിടെ കിടന്ന് അങ്ങ് തിളച്ച് വെന്തോളും. പിന്നെ കുറച്ച് സബോള പൊടിയായിട്ട്, ഞാൻ നെയ്ച്ചോറിന് അത് കുറേ സബോളയും കൂടി ഇടും കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതും ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന്, ഒത്തിരി മുരിയൊന്നും വേണ്ടല്ലോ നെയ്ച്ചോറല്ലേ, കുറച്ചൊന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് വന്നാൽ മതി. പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. പിന്നെ നമ്മുടെ റൈസ് ഇട്ടിട്ട് ഞാൻ ഒരു 10-20 മിനിറ്റ് കുതിർക്കാൻ വെച്ചായിരുന്നു കേട്ടോ. വെള്ളം ഊറ്റിക്കളഞ്ഞ് റൈസും ഇട്ട് അത് നന്നായിട്ടൊന്ന് വറുത്ത് പിന്നെ ചെറുനാരങ്ങ നീര് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഉപ്പ് റൈസ് ഇട്ട് കഴിഞ്ഞ് ഇത്തിരിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി ഉപ്പ് നിന്നാലേ നമുക്ക് ചോറിനൊരു ഉപ്പ് വരുള്ളൂ, അപ്പോഴേ രുചി. അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു ഗ്ലാസ് എടുത്തു. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള ഇതിലാണ്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതൊന്ന് തിള വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചു. വെള്ളം വറ്റിച്ചാട്ടോ ഞാൻ എടുക്കാറ് എപ്പോഴും, അപ്പോൾ നല്ല രുചിയാണ്. പിന്നെ ചിക്കൻ ഇത് അരപ്പെല്ലാം തിരുമ്മി വെച്ചേക്കുന്നു. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് അരപ്പ് തിരുമ്മി വെച്ചു. അത് കഴിഞ്ഞ് ചിക്കൻ ഒന്ന് വറുത്തെടുക്കും. വറുത്തിട്ടാട്ടോ ഞാൻ കറി വെക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചിക്കനെല്ലാം ഒന്ന് വറുത്തെടുത്തു. കാല് രണ്ടും കറിയിലിടുകയല്ല, ഞാൻ മാറ്റും പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം വറുത്തെടുത്ത് വെച്ച് മാറ്റി. അത് കഴിഞ്ഞ് വെക്കാനുള്ള പരിപാടി ഇനിയും തുടങ്ങണം. സബോളയൊക്കെ ഞാൻ പൊളിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടില്ലായിരുന്നു നിങ്ങൾ. അപ്പോൾ അതെല്ലാം കൂടെ ഇനിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആ എണ്ണ വറുത്ത അതേ പാത്രത്തിൽ തന്നെ അത് വാട്ടിയെടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും കൂടെ, ഞാനിപ്പോൾ സബോള നീളത്തിൽ തന്നെ അരിഞ്ഞേക്കുന്നത്. സബോള ശരിക്കും പറഞ്ഞാൽ പല ഷേപ്പിൽ അരിയുമ്പോൾ പല രുചി വരും കേട്ടോ കറിക്ക്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിട്ടോ? എനിക്കങ്ങനെ തോന്നാറുണ്ട്. പല രുചിയാണ് സബോള പല ഷേപ്പിൽ അരിയുമ്പോൾ വരുന്നതെന്ന് തോന്നാറുണ്ട്. എൻ്റെ തോന്നലാണ്, കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നാറുണ്ട്. പിന്നെ സവോളയൊക്കെ വാടി വന്നപ്പോഴത്തേക്കും ചിക്കൻ വറുത്ത് വെച്ചത് ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു കേട്ടോ. മല്ലിയിലയുടെ ടേസ്റ്റ് ചിക്കൻ കറിക്കകത്ത് നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ. പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു പല കളറ്, അപ്പം ഞാൻ അതും ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു കച്ചമ്പറുണ്ടാക്കി. അങ്ങനെ നെയ്ച്ചോറും കച്ചമ്പറും ചിക്കൻ കറി, പിന്നെ ഇത്തിരി നാരങ്ങാച്ചാറ്, വടുകപ്പുളി നാരങ്ങയില്ലേ, അതാണേ അതും. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആർക്കും കോഫിയും ചായ ഒന്നും വേണ്ട, എല്ലാവർക്കും നെയ്ച്ചോറൊക്കെ കഴിച്ചതിൻ്റെ പരവേശമാണ്. അപ്പം പിന്നെ ജ്യൂസ് അടിക്കാമെന്ന് വെച്ചു. മാങ്ങ ചെത്തി പാലൊഴിച്ച് പിന്നെ അതിലേക്ക് വാനിലയുടെ ഫ്ലേവർ ഐസ്ക്രീമാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്.
ഐസ്ക്രീമുണ്ട്, അതുകൂടി ഇട്ട് നിങ്ങൾ ഇനി ജ്യൂസ് അടിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഐസ്ക്രീമും പാലും ഒഴിച്ച് മാംഗോ ജ്യൂസ് അടിച്ച് കഴിയുമ്പോൾ കുറച്ച് തിക്കായിട്ടാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഒത്തിരി വെള്ളം പോലെയല്ല, കുറച്ച് തിക്കായിട്ട് ഇങ്ങനെ ഇതിട്ട് ഐസ്ക്രീമും കൂടി ഇട്ട് അടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.